നടക്കാത്തതൊന്നുമില്ല, ചലിക്കാത്തതൊന്നുമില്ല, ദൈവത്തിന്റെ കരത്താലെല്ലാം നടക്കും. മാറിടാത്തതൊന്നുമില്ല, നീങ്ങിടാത്ത കാര്യമില്ല, യേശുവിന്റെ നാമത്തിൽ സർവം നടക്കും. ഉറപ്പോടെ ബലത്തോടെ കൃപയിൽ മുന്നേറി പോകാം, ശത്രുവിൻ തന്ത്രത്തെ ശക്തിയാൽ ജയിക്കാം. ഉറപ്പോടെ ബലത്തോടെ കൃപയിൽ മുന്നേറി പോകാം, ശത്രുവിൻ തന്ത്രത്തെ ശക്തിയാൽ ജയിക്കാം. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിൻ നേരെ പാഞ്ഞു ചെല്ലും, ദൈവത്താലേതു മതിലും ചാടിക്കടക്കും. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിൻ നേരെ പാഞ്ഞു ചെല്ലും, ദൈവത്താലേതു മതിലും ചാടിക്കടക്കും. നടക്കാത്തതൊന്നുമില്ല, ചലിക്കാത്തതൊന്നുമില്ല, ദൈവത്തിന്റെ കരത്താലെല്ലാം നടക്കും. മാറിടാത്തതൊന്നുമില്ല, നീങ്ങിടാത്ത കാര്യമില്ല, യേശുവിന്റെ നാമത്തിൽ സർവം നടക്കും. സമൃദ്ധിയുടെ സ്വാതന്ത്ര്യം ഓഗസ്റ്റ് 15 എറണാകുളത്ത് രാവിലെ 10:30 മുതൽ ബ്രദർ ജോൺ താരുവും സിസ്റ്റർ സോളി ജോൺ എന്നിവർ ശുശ്രൂഷിക്കുന്നു. സ്ഥലം AJ ഹാൾ, കല്ലൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ദൈവിക സന്ദേശവുമായി നിങ്ങളുടെ മുൻപിൽ എത്തുവാൻ കർത്താവിനെ സഹായിച്ചോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ക്രിസ്തു എന്നിൽ മാനിഫെസ്റ്റഡ് ആകുന്നത് എപ്പോഴാണ്? എങ്ങനെയാണ് ക്രിസ്തു എന്നിൽ മാനിഫെസ്റ്റഡ് ആകുന്നത്? ഇന്ന് നിങ്ങൾ കേൾക്കുന്ന ദൈവവചനം നിങ്ങളുടെ ലൈഫിൽ ആത്മീയമായി അടുത്തൊരു പടിയിലേക്ക് കൊണ്ടുവരട്ടെ. എത്രത്തോളം കർത്താവുമായി ഞാൻ ആയിരിക്കുന്നുവോ അത്രത്തോളം ഞാനും ദൈവവുമായി ഒന്നായി ചേരുന്നു. എൻ്റെ ചിന്തകളും ദൈവത്തിൻ്റെ ചിന്തകളും കർത്താവിൻ്റെ ചിന്തകളും ഒന്നാകുന്നു. എത്രത്തോളമാണോ ഞാൻ ദൈവത്തോടൊപ്പമായിരിക്കുന്നത് അത്രത്തോളം ക്രിസ്തുവിനിൽ വെളിപ്പെടുവാനായി തുടങ്ങും. ഇന്നത്തെ മെസ്സേജ് കേൾക്കുമ്പോൾ നിങ്ങളുടെ ലൈഫിലും വലിയൊരു ആത്മപകർച്ച കർത്താവ് നിങ്ങളുടെ മേൽ പകരട്ടെ. ക്രിസ്തുവുമായി ഒന്നായിത്തീരുന്ന അനുഭവം, അവനുമായി ചേർന്നായിരിക്കുന്ന അനുഭവം നിങ്ങളുടെ ജീവിതത്തിലും അനുഭവിക്കട്ടെ. നമുക്ക് മെസ്സേജിലേക്ക് പോകാം. ദൈവം മോശയെ പർവ്വതത്തിന്റെ മുകളിലേക്ക് കൊണ്ടുപോയി. ഇനി ശ്രദ്ധിക്കണേ, 2 കൽപ്പലകകളിൽ അവന്റെ കൽപ്പനകൾ പങ്കുവച്ചു. കുറച്ചും കൂടെ നന്നായി പറഞ്ഞ മോശ, ഭയങ്കരമാട്ടോ, മോശ മലമുകളിൽ പോയി അവന്റെ വാക്കുകളോട് സമയം ചെലവഴിച്ചു. അല്ല, വചനം അതിനോട് സമയം ചെലവഴിച്ചു. അല്ല, വചനം ജഡമായവനിൽ സമയം ചെലവഴിച്ചു. അല്ല, ദൈവത്തോട് സമയം ചെലവഴിച്ചു. നിങ്ങൾ ആരെങ്കിലും എൻ്റെ ഒപ്പം എത്തിയോ? ആ ഫെലോഷിപ്പ് കഴിഞ്ഞ് താഴോട്ട് വരുന്ന മോശയെ നോക്കിയ ഒരു കാര്യം അറിയാം. ഇസ്രായേൽ മക്കൾക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. അവന്റെ മുഖം തിളങ്ങാൻ തുടങ്ങി. അവന്റെ മുഖത്ത് തേജസ് വെളിപ്പെടാൻ തുടങ്ങി.
എന്റെ കൂടെ എത്തിയെങ്കിലും ഹല്ലേലൂയ പറ. എന്നാൽ നിങ്ങൾക്കൊരു കാര്യം അറിയോ, അന്ന് ഇസ്രായേൽ മക്കൾ കാണത്തക്ക വിധത്തിൽ മോശയുടെ മുഖം തിളക്കിയ ആ ഫെലോഷിപ്പ്, ആ വേർഡ് അവർക്ക് പുറത്താണ് ലഭിച്ചിരുന്നതെങ്കിൽ ഇന്ന് ആ ഫെലോഷിപ്പ്, ആ വേർഡ് ഇന്ന് എന്റെ അകത്ത് ലഭിച്ചത് കൊണ്ട് എന്റെ തേജസ്സിന് വ്യത്യാസം വന്നെന്ന്. ഒന്ന് കൈ അടിച്ചൊരു ഹല്ലേലൂയ പറയാവോ സോളി? മോശ കൈകളിൽ അവന്റെ വേർഡുമായി വന്നപ്പോ അവന്റെ മുഖം ശോഭിച്ചു. ഞാൻ അവന്റെ വേർഡ് എന്റെ ഹൃദയത്തിൽ കൊണ്ട് നടക്കാൻ തുടങ്ങിയാൽ ഞാൻ തന്നെ തിളങ്ങാൻ തുടങ്ങും. ഭയങ്കര ഒന്ന് പറയാവോ ജസ്റ്റ് എന്നോടൊപ്പം? മോശ കൈകളിൽ വചനം കൊണ്ട് നടന്നപ്പോ അവന്റെ മുഖം തേജസ്വീകരിച്ചു, അവന്റെ മുഖം തിളക്കമുള്ളതായി. പക്ഷെ കുറച്ചു കഴിഞ്ഞപ്പോ ആ പുസ്തകം എടുത്ത് അവർ പെട്ടകത്തിൽ വെച്ചു. മോശയുടെ മുഖം തേജസ് കുറഞ്ഞ് അതില്ലാതെയായി. എന്നാൽ എൻ്റെ മുഖം അങ്ങനെയല്ല. എൻ്റെ മുഖം ആ വേർഡ് എൻ്റെ അകത്ത് വെച്ച് വേർഡ് വരുന്തോറും തേജസ്സിൽ നിന്ന് അടുത്ത ലെവൽ, ചിലര് അടുത്ത ലെവലിൽ ഈ പകൽ കയറട്ടെ. തുള്ളിച്ചാടി രാമേൻ പറ. മോശയുടെ ശുശ്രൂഷ താഴോട്ട് പോകുന്നതായിരുന്നെങ്കിൽ എന്റെയും നിന്റെയും ശുശ്രൂഷ ഓരോ ദിവസം അടുത്ത പടിയിൽ നിന്ന് അടുത്ത പടിയിലേക്ക്, അടുത്ത ഗ്ലോറിയിൽ നിന്ന് അതിനെ ദൈവം നിന്നെ തൊടുന്നത് എനിക്ക് കാണാം. അടുത്ത പടിയിൽ നിന്ന് അടുത്ത പടിയിലേക്ക്, അടുത്ത പടിയിൽ നിന്ന് ചിലരെ ഷോക്ക് പോലെ ദൈവശക്തി ആവരിക്കുക. So when you are sitting in the presence, എന്റെ മുഖം മുഴുവല്ല, എന്നെ മുഴുവൻ തേജസ്സിൽ നിറയ്ക്കുക. എനിക്ക് ഓരോ ദിവസം തേജസ്സിൽ നിന്ന് കുറയണ്ട. കാരണം മോശയ്ക്ക് ഒരിക്കലായി ലഭിച്ച ഫെലോഷിപ്പ് എനിക്ക് നീ എപ്പോഴും ഉണ്ട്, എന്റെ അകത്താണ്. ആ വേർഡിലൂടെ എനിക്ക് ആ ഫെലോഷിപ്പ് എല്ലാ ദിവസവും അനുഭവിക്കാം. അതെന്നെ അടുത്ത തേജസ്സിൽ നിന്ന് അടുത്ത തേജസ്സിലേക്ക്, അടുത്ത തേജസ്സിൽ നിന്ന്. വേദപുസ്തകം പറയുന്നത് എന്നാന്നറിയോ? അതേ രൂപമായി നിങ്ങൾ മാറുമെന്ന്. അതുപോലെ നിങ്ങളാകുമെന്ന്. ഒന്ന് ഉറക്കെ പറയാവോ നിങ്ങൾക്ക്? മോശയുടെ മുഖത്ത് തേജസ് ഉണ്ടായത് കുറച്ചു നേരത്തേക്കാണെങ്കിൽ നമ്മുടെ മുഖത്തേക്ക് ആ തേജസ്, നമ്മുടെ അകത്തേക്ക് ആ തേജസ് വന്ന് വർദ്ധിച്ച് എനിക്ക് മുഴുവൻ ആത്മാവിൽ നിറയുന്ന അനുഭവം ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. അത് നിറഞ്ഞ് ആളുകൾക്ക് കാണാൻ കഴിയുന്ന വിധത്തിൽ അതേ രൂപമായി മാറുന്നതാണ് ക്രിസ്തീയ ശുശ്രൂഷ. അക്കരൊന്നീർത്തിട്ട് പറഞ്ഞ നന്ദി യേശുവേ. താങ്ക് യു ഫോർ യുവർ പ്രസൻസ് ലോർഡ്. താങ്ക് യു ഫോർ യുവർ പ്രസൻസ്. യേശുവേ എന്ന് വിളിച്ച യേശുവേ, അങ്ങയുടെ സാന്നിധ്യത്തിന് നന്ദി. We worship you, Lord. We praise you, Master. All related to his fellowship. All related to the word. All related to the fellowship. Word, fellowship. Word, fellowship. Word, fellowship. ആ വേർഡും എൻ്റെ ദൈവമായുള്ള ഫെലോഷിപ്പിനെ എന്നിൽ യാഥാർത്ഥ്യമാക്കിയ ആളിന്റെ പേരാണ് പരിശുദ്ധാത്മാവ്. എന്നിൽ വസിക്കുന്ന കർത്താവുമായിട്ട് എനിക്കൊരു കൂട്ടായ്മയുണ്ടായി. എനിക്ക് കുറെ കൂടെ എൻ്റെ ഉള്ളിൽ വസിക്കുന്ന യേശു യാഥാർത്ഥ്യമായി. അടുത്ത ആഴ്ച ഞാൻ പറയുമ്പോഴേ ഈ പ്രവചന ശബ്ദങ്ങൾ, ദൈവശബ്ദം എത്രത്തോളം
ഇതിനെ സ്വാധീനിക്കുന്നു എന്ന് പറയാൻ ഞാൻ. എൻ്റെ കാരണം, എന്നിൽ വസിക്കുന്ന കർത്താവ് എന്നോട് സംസാരിക്കുന്നുണ്ട്. ആ സംസാരിക്കുന്നത് ഞാൻ ലിസൺ ചെയ്യുന്നുണ്ട്, എനിക്ക് കേൾക്കാം. അത് യാഥാർത്ഥ്യമാകുമ്പോൾ എനിക്ക് മനസ്സിലാകും, എൻ്റെ ഉള്ളിൽ ഇതുവരെ ഇല്ലാത്തൊരു ശബ്ദമാണ് ഞാൻ കേട്ടതെന്നും ആ പറഞ്ഞത് ഞാൻ അനുസരിച്ചപ്പോഴാണ് ഇത് യാഥാർത്ഥ്യമായതെന്ന് നമുക്ക് മനസ്സിലാകും. വണ്ടർഫുൾ, ഹല്ലേലൂയ. എനിക്ക് കുറേശ്ശെ മനസ്സിലാകും എൻ്റെ ഉള്ളിൽ കേൾക്കുന്ന ശബ്ദം സത്യമാണെന്നും അത് എന്നെ മെല്ലെ മെല്ലെ മൂടുന്നതും എനിക്ക് മനസ്സിലാകും. ശുശ്രൂഷകരായി ഞങ്ങൾ പലപ്പോഴും ദൈവശബ്ദം കേൾക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി മാത്രമാണ്. പലപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി പേഴ്സണലി കേൾക്കുന്നത് കുറവാണ്. ആ പേഴ്സണലി കേൾക്കുന്നത് കൂടുമ്പോഴാണ് ആ വ്യക്തിയിൽ മാനിഫെസ്റ്റേഷൻ കൂടുന്നത്. വേർഡ്, ഹോളി സ്പിരിറ്റ് ആൻഡ് ജീസസ്, പരിശുദ്ധാത്മാവ്, വചനം, യേശു, ഇവയുമായുള്ളൊരു കൂട്ടായ്മ. ആ കൂട്ടായ്മ എൻ്റെ ലൈഫിലേക്ക് മാനിഫെസ്റ്റേഷനെ കൊണ്ടുവരും. എന്നെ ഇന്ന് വളരെ സ്വാധീനിച്ചത് മോശയെ കുറിച്ച് പൗലൂസ് എഴുതിയത്. പൗലൂസ് പറയുക, നീങ്ങിപ്പോകുന്നതിനെ അന്ത്യം ഇസ്രായേൽ മക്കൾ കാണാതെ വണ്ണം മോശ മുഖത്ത് മൂടുപടമിട്ടതുപോലെയല്ല. തഴുതു വായിക്കുക, മോശയുടെ പുസ്തകം വായിക്കുമ്പോൾ മൂടുപടം ഇതുവരെയും ഹൃദയത്തിൽ കിടക്കുക. എന്ന കർത്താവിലേക്ക് തിരിയുമ്പോ മൂടുപടം നീങ്ങും. കർത്താവ് ആത്മാവാകുന്നു, കർത്താവ് ഉള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി. എന്റെ മുഖത്തുനിന്ന് മൂടുപടം മാറിയിട്ട് ആ തേജസ്സിനെ പ്രതിബിംബിക്കുന്നവരായി, തേജസ്സിനെ കാണിക്കുന്നവരായി ഓരോ ദിവസവും വർദ്ധിച്ചു വരേണ്ടതിന് എന്നെ ദൈവം വിളിച്ചത്. ചലഞ്ചിങ് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞ ഞാൻ ഇന്ന് വാഴും യേശുവിൻ നാമത്തിൽ, വാഴും യേശുവിൻ നാമത്തിൽ. Come on. വാഴും യേശുവിൻ നാമത്തിൽ, നിൽക്കും യേശുവിൻ നാമത്തിൽ. വാഴും യേശുവിൻ നാമത്തിൽ, നിൽക്കും യേശുവിൻ നാമത്തിൽ. ഒരിക്കൽ കൂടെ വാഴും യേശുവിൻ നാമത്തിൽ, നിൽക്കും യേശുവിൻ നാമത്തിൽ. എന്ന് പറഞ്ഞാൽ എന്റെ അകത്ത് ദൈവമായുള്ള ഫെലോഷിപ്പ് വർദ്ധിക്കുന്ന അനുസരിച്ച് എന്റെ ലൈഫിലെ തേജസ്സും വർദ്ധിച്ചുകൊണ്ടിരിക്കും. എന്റെ ഞാനും ദൈവത്തിന്റെ വചനവുമായിട്ടുള്ള ബന്ധത്തിൽ എത്രത്തോളം വർദ്ധിക്കുന്നു അത്രത്തോളം തേജസ്സും വർദ്ധിച്ചുകൊണ്ടിരിക്കും. ആ തേജസ്സാണ് എന്റെ ലൈഫിനെ മുഴുവൻ സ്വാധീനിക്കുന്നത്. ആ കരങ്ങൾ ഉയർത്തിക്കേ. എന്നിൽ ക്രിസ്തു വെളിപ്പെടുന്നത് അവന്റെ ചിന്തകൾക്കനുസൃതമായി ഞാൻ നടക്കുമ്പോഴാണ്. എന്നിൽ ക്രിസ്തു മാനിഫെസ്റ്റഡ് ആകുന്നത് അവന്റെ മനസ്സിലാക്കി നടക്കുമ്പോഴാണ്. എന്റെ ചിന്തകളും അവന്റെ ചിന്തകളും ഒന്നാകുമ്പോഴാ എന്റെ വായ് അത് വെളിപ്പെടുത്തുന്നത്. എന്റെ ചിന്തകളും അവന്റെ ചിന്തകളും ഒന്നാകുമ്പോഴാ എന്നിൽ അത് മാനിഫെസ്റ്റഡ് ആകുന്നത്. ഞാൻ കഴിഞ്ഞ ആഴ്ച പറയുമ്പോഴേ ഞാനൊരു വാചകം പറയുന്നത് നിങ്ങൾ ആരെങ്കിലും ഓർമ്മിക്കുന്നു? നമ്മൾ ഏതെങ്കിലും സിനിമ കണ്ടുകൊണ്ടിരിക്കുക, പ്രേമമാണ് കാണുന്നതെങ്കിൽ, വഴക്കാണ് കാണുന്നതെങ്കിൽ,
രണ്ടും നമ്മുടെ ശരീരത്തിൽ റിഫ്ലക്ട് ചെയ്യും. അറിയോ, പണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലത്തെ ഞങ്ങളുടെ എൻ്റെ പപ്പ എല്ലാ ഞായറാഴ്ചയും കടയിലെ സ്റ്റാഫിന് ഒരു സിനിമ ഫ്രീ ഉണ്ടായിരുന്നു. സ്റ്റാഫ് പോകുന്നതിന്റെ കൂട്ടത്തിൽ ഞാനും സിനിമയ്ക്ക് പോകും. അന്ന് ഞായറാഴ്ച എനിക്ക് കോട്ടയുള്ളതോ വൈകുന്നേരത്തെ സിനിമ. ഇടിയുള്ള പടമാണെങ്കിൽ എൻ്റെ കൂടെ ഇരിക്കുന്നവർ മിക്കവാറും എന്നെ പിടിച്ചോണ്ടേ ഇരിക്കത്തുള്ളൂ. ഒരു ദിവസം നടന്ന കാര്യമാ. ഏതൊരു പടത്തിലൊരു മൊട്ടത്തലേനെ ആരോ ഇടിക്കുക, മുമ്പിൽ ഇരിക്കുന്ന ആൾക്ക് ഞാനും ഇടിച്ചു. നടന്ന കാര്യമാ. അന്ന് മുതൽ കടയിലെ സ്റ്റാഫ് പറയും, ഇവനായിട്ട് പോയാൽ ഒക്കത്തില്ല, കാരണം മുമ്പിൽ ഇരിക്കുന്ന ആൾക്ക് എപ്പോഴും അടി കൊടുക്കുമെന്ന് അറിയത്തില്ല. അടി കൊടുത്തതല്ല, വാസ്തവത്തില് നമ്മൾ ആവേശത്തിൽ ഇടിച്ചതാ, മുമ്പിലിരിക്കുന്ന ആൾക്കായിപ്പോയി എന്ന് പറഞ്ഞ അവിടെ നടക്കുന്നതും കാണുന്നതും ശ്രദ്ധിച്ചോണേ ഞാൻ പറയുന്നത്, സംസാരിക്കുന്നതും എൻ്റെ ഹൃദയത്തിലോട്ടങ്ങ് സ്വാധീനിച്ചിട്ട് എൻ്റെ ശരീരത്തിൽ അത് വെളിപ്പെടാൻ തുടങ്ങി. നിങ്ങൾ എൻ്റെ കൂടെ എത്തിയെങ്കിൽ ഒരു ആമേൻ പറയാവോ? ഇത് കുറച്ച് സീരിയസ് ആയ കാര്യമാണ്. ഞാൻ സ്വർഗീയ കാര്യങ്ങളെ കാണാനും സ്വർഗീയമായത് കേൾക്കാനും തുടങ്ങിയ അതേപോലെ എൻ്റെ ശരീരത്തിൽ അത് മാനിഫെസ്റ്റഡ് ആകും. അതിനെയാ കർത്താവ് വെളിപ്പെട്ടു എന്ന് പറയുന്നേ. എന്റെ ശരീരം എനിക്ക് തോന്നുന്നത് ഒരു ട്രാൻസ്പെറന്റ് പോലെയാ, ട്രാൻസ്പെറന്റ് ആയ ഒരു സാധനം പോലെയാ. നമുക്ക് തോന്നുന്നില്ലെന്ന. തെറ്റായത് ശരീരത്തിലും മനസ്സിലും സ്വാധീനിച്ചാൽ ശരീരം അത് പ്രകടമാക്കും. ശരിയായത് നമ്മളിൽ വരുന്നില്ലാത്തത് കൊണ്ടാ ശരീരം അത് പ്രകടമാക്കാത്ത. ശരിയായത് എന്നിൽ വരാൻ തുടങ്ങിയാൽ ശരീരം ശരിയായത് വെളിപ്പെടുത്താൻ തുടങ്ങും. സോളി ലോകത്തിലെ സാധനം എൻ്റെ അകത്ത് വന്നപ്പോൾ അത് എന്നിൽ വെളിപ്പെട്ടുവെങ്കിൽ കർത്താവും അവന്റെ വാക്കുകളും അവന്റെ ചിന്തകളും എന്നിൽ നിറഞ്ഞാൽ ഞാൻ വെളിപ്പെടുത്തുന്നത് കർത്താവിനെ മാത്രമായിരിക്കും. നമ്മൾ കേട്ടതുപോലെ മോശ ദൈവത്തോടൊപ്പമായിരുന്നപ്പോൾ, ആ ദൈവജനവുമായി ആയിരുന്നപ്പോൾ മോശയുടെ മുഖം പ്രകാശിക്കുവാനിടയായി തീർന്നു. ആ ഫെലോഷിപ്പ് ഇന്ന് എനിക്കും നിങ്ങൾക്കും കർത്താവിനോടൊപ്പമാകാം. അങ്ങനെ ആകുമ്പോഴാണ് എൻ്റെ മുഖം പ്രകാശിക്കുകയും, അല്ലെങ്കിൽ സ്തെഫാനോസിനെ പറഞ്ഞതുപോലെ ദൈവദൂതനെ പോലെ മറ്റുള്ളവർ എന്നെ കാണുകയും, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ക്രിസ്തു വെളിപ്പെട്ട് നിൽക്കുന്നുവെന്ന് മറ്റുള്ളവർ അനുഭവിക്കുകയും ചെയ്യുന്നത്. ഹല്ലേലൂയ. ആ ഫെലോഷിപ്പിലേക്ക് വന്നാട്ടെ, ആ അനുഭവത്തിലേക്ക് വന്നാട്ടെ, കർത്താവുമായുള്ള ബന്ധത്തിലേക്ക് വന്നാട്ടെ, ദൈവജനത്തോടൊപ്പമായിരുന്നാട്ടെ. അതെൻ്റെ ജീവിതത്തിൽ നിന്ന് നഷ്ടമാകുമ്പോഴാണ് ഞാനും ക്രിസ്തുവും വേറെയാകുന്നത്. അല്ലായെങ്കിൽ ഞാൻ കർത്താവുമായി ഒന്നായി ചേർന്നിരിക്കുകയാണ്. കർത്താവ് പറയുന്നത് അവൻ എൻ്റെ ഉള്ളിൽ വസിക്കുന്നു എന്നാണ്. അവൻ എൻ്റെ ഉള്ളിൽ വസിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്നിലൂടെ കർത്താവ് വെളിപ്പെടുന്നു എന്നാണ്. നിങ്ങളിലൂടെ കർത്താവ് വെളിപ്പെടട്ടെ. നമുക്കിനി ചില സാക്ഷ്യങ്ങൾ കാണാം. ഈ ആൻറ്റിയുടെ കുടുംബത്തിൽ കർത്താവ് ചെയ്ത 2 അത്ഭുത സാക്ഷ്യങ്ങളാണ് പറയാനുള്ളത്. ഈ ആൻറ്റിയുടെ പേര് രത്നമ്മാൾ എന്നാണ്. വട്ടപ്പാറ എന്ന സ്ഥലത്തുനിന്ന് വരുന്നു. ആദ്യത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് ആൻറ്റിക്ക് ലഭിച്ചതാണ്. ഒരാഴ്ചയായിട്ട് ആൻറ്റിയുടെ മോണയിൽ നീരായിരുന്നു. ഫുഡ് കഴിക്കാൻ വല്ലാത്ത ബുദ്ധിമുട്ടായിരുന്നു, വല്ലാത്ത വേദനയായിരുന്നു. അങ്ങനെ കഴിഞ്ഞ സൺഡേ ചർച്ചിൽ വന്നു. അന്ന് ബ്രദർ പ്രെയർ സമയത്ത് ഒരു ദൂത് പറഞ്ഞു, ഫേസിൽ ഒരാൾ നീരുമായിട്ട് വന്നിട്ടുണ്ട്, കർത്താവ് ഇപ്പൊ സൗഖ്യം നൽകുന്നു എന്ന് പറഞ്ഞു. ഒരു സൈഡ് ചെരിഞ്ഞു പോകുന്നൊക്കെ പറഞ്ഞു. ആളെ വന്നില്ല, അമ്മച്ചിയെ കണ്ടു കിട്ടിയില്ലായിരുന്നു. ഓക്കെ, ആളെ ഇപ്പൊ കിട്ടിയല്ലോ, എന്തായാലും സ്തോത്രം. ഒന്ന് കൈയടിച്ചു ആമേൻ പറഞ്ഞു. എന്നാൽ പ്രെയർ കഴിഞ്ഞ് ആന്റി വീട്ടിൽ പോയപ്പോ അത്ഭുതം എന്ന് പറയട്ടെ, ഫേസിലുണ്ടായിരുന്ന നീര് കർത്താവ് പരിപൂർണ്ണമായി മാറ്റി എന്നാണ് പറയുന്നത്. ഒന്ന് എഴുന്നേറ്റ് ഒരു കൈയടി കൊടുത്ത കർത്താവിനെ. നിങ്ങൾ ആരെങ്കിലും ഓർമ്മിക്കുന്ന, ഞാൻ ഫേസ് കോടി പോകുന്ന വിധത്തിൽ പ്രയാസം ഉണ്ടായിരുന്ന ആളെ കിട്ടിയില്ല, പക്ഷെ ഇപ്പൊ കിട്ടി കേട്ടോ. താങ്ക് യു. കർത്താവ് കൊടുത്ത ആള് വന്നില്ലെങ്കിലും കർത്താവ് ചെയ്യാനുള്ളത് ചെയ്തു കളഞ്ഞു. താങ്ക് യു, താങ്ക് യു. രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് ആന്റിയുടെ ഹസ്ബൻഡിന് ലഭിച്ചതാണ്. ആന്റിയുടെ ഹസ്ബൻഡിന് കുറച്ച് നാളായി വലത് കാല് തനിയെ പൊട്ടി നീരൊലിക്കുന്ന അവസ്ഥയിലായിരുന്നു. അങ്ങനെ ആയുർവേദ ട്രീറ്റ്മെൻറ്റിലായിരുന്നു. എന്നാൽ കുറവുണ്ടായിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ സൺഡേ അങ്കിൾ ആദ്യമായിട്ട് ചർച്ചിൽ വന്നു. അന്ന് ബ്രദർ പ്രാർത്ഥിച്ച് വീട്ടിൽ പോയി. അപ്പോൾ ഡെയിലി ചെയ്യുന്ന പോലെ ആ കാലിൽ തൈലം ഇടാൻ നോക്കിയപ്പോൾ
അത്ഭുതം എന്ന് പറയട്ടെ, ചർച്ചിൽ വരുന്നതിന് തൊട്ട് മുൻപ് വരെ നീര് പൊട്ടി ഒലിക്കുകയായിരുന്നു. എന്നാൽ പ്രാർത്ഥിച്ചതിന് ശേഷം നീര് പൊട്ടുന്ന അവസ്ഥ മാറി. ഇപ്പോൾ ഒരാഴ്ചയായി ആ കാലം നോർമൽ സ്കിൻ ആയെന്നാണ് പറയുന്നത്. അമ്മ എന്നൊന്ന് പറഞ്ഞേ, എന്തുവാ പറഞ്ഞേ? ഈ ഹസ്ബൻഡിനുണ്ടായ സാക്ഷിയാണോ? വീട്ടിലിരുന്നൊക്കെ പ്രാർത്ഥിക്കും, ഇവിടെ സഭയിൽ വരില്ല. അങ്ങനെ ഒരു നെയ്യാറ്റിങ്കര ഒരു വൈദ്യരെ വെച്ച് ചികിത്സയാണ്. അങ്ങനെ ഇന്നലെ പറഞ്ഞ് നെയ്യാറ്റിങ്കര വൈദ്യരെ വിളിക്കണം, ഫോൺ തരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇല്ല, എത്രയോ വലിയ അത്ഭുതങ്ങൾ നടക്കുന്ന സ്ഥലമാണ്, അവിടെ പോയാൽ. അങ്ങനെ ഇവിടെ വന്നു കേക്കട്ടെ. അടിപൊളി അമ്മച്ചി. അമ്മച്ചി പറഞ്ഞു കേട്ടോ, വലിയ അത്ഭുതങ്ങൾ നടക്കുന്ന സഭയാണ്, അങ്ങ് വരാൻ പറഞ്ഞു വിളിച്ചോണ്ട് വന്നാ. ഓക്കെ, വൈദ്യരുടെ അടുത്ത് പോകണമെന്ന് പറഞ്ഞാ പറ. എന്നിട്ട് ഇവിടെ വന്ന് ബ്രദർ, അത് അപ്പച്ചന് ശരീരം എല്ലാം ഈ മൂലയിലിരുന്ന അപ്പച്ചൻ എന്തി എന്നിട്ട് വന്നില്ലല്ലോ. അപ്പച്ചൻ എഴുന്നേറ്റ് വന്നേ. എന്റെ അപ്പച്ച വാ, ഓടി വാ. ഞാൻ വന്നില്ലെന്നാ വിചാരിച്ചേ. എന്നിട്ട് പറ. അങ്ങനെ അവിടെ ബ്രദർ പറഞ്ഞു ശരീരം എല്ലാം മുറിവ് പിടിക്കുകയാണെന്ന് പറഞ്ഞ് ഞാൻ അവിടെ ഇരുന്ന് കേട്ടോണ്ട് ഞാൻ രാവിലെ ഇനി പറഞ്ഞു വിട്ട് എൻ്റെ ജോലിയും തീർന്നിട്ടാണ് ഞാൻ വന്നത്. അപ്പോഴും ഒടുക്കം പിന്നെ ബ്രദർ ദൂത് പറഞ്ഞ് അങ്ങ് ഇറങ്ങിയപ്പോൾ അവർ തലയെ കൈ വെച്ച് എനിക്ക് വലിയ സന്തോഷമായി. ഈ അപ്പച്ചനെ തൊട്ടെ. ഈ അപ്പച്ചന്റെ ശരീരത്തിലെ മസിലുകൾ സ്റ്റിഫായി പോകുന്നു. അപ്പച്ചന്റെ ശരീരത്തിലെ മസിലുകൾ സ്റ്റിഫായി പോകുന്നു. കഴുത്ത്, തോള്, കാല്, നടുവ്, മുട്ട്. എന്നാൽ അപ്പച്ചന്റെ മേൽ ദൈവത്തിന്റെ ശക്തി ആവരിക്കുക. ഈ പകൽ യേശുവിന്റെ ശക്തി ആവരിക്കുക. അപ്പച്ചനെ യേശു തൊടുക. കൂടണെങ്കിൽ കൈയടിച്ച് യേശു എന്ന് വിളിച്ചോ. ഇദ്ദേഹത്തെ സൗഖ്യമാക്കിയാട്ടെ. അപ്പ ഇതിന്റെ തൊലിപ്പുറം സൗഖ്യമാകട്ടെ, ശരീരം സൗഖ്യമാകട്ടെ, അങ്ങനെ അത്ഭുതകാരം ചലിക്കട്ടെ. അങ്ങനെ ബ്രദർ ദൂത് പറഞ്ഞ് വീട്ടിൽ ചെന്നിട്ട് ഞാൻ പറഞ്ഞു ഇനി തൈലം ഒന്നും തുടരുത്, പ്രാർത്ഥനയിൽ സൗഖ്യമാകുമെന്ന് പറഞ്ഞ് അങ്ങനെ എല്ലാം സൗഖ്യമായി. ഇപ്പോൾ ഉണങ്ങി വൃത്തിയായി. മറ്റൊരു തുണി വെച്ച് തുറച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എത്ര നാളായിട്ട് തുണി കൊണ്ട് തുടച്ചിരിക്കുകയായിരുന്നു? ഇത് ഇപ്പം 2 ആഴ്ച കൂടുതൽ. ആദ്യം ഒരു ഇടുപ്പ് വന്ന് വീണ് പുഴ തെറ്റിപ്പോയി. വൈദ്യർ തടവിയിട്ട് ആശുപത്രി ചെന്നിരിക്കാനൊന്നും ആരും ഇല്ലാത്തതുകൊണ്ട് വൈദ്യരെ വിളിച്ചത്. ഇനിയും വൈദ്യർ കഷായം കൊടുക്കാന്ന്. അപ്പോൾ ഈ വെറിയായതുകൊണ്ട് കഷായം കൊടുക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് വീണ്ടും വിളിക്കണം. ഞാൻ പറഞ്ഞു പോകണ്ട, ഇവിടെ വരാൻ പറഞ്ഞു. നമ്മുടെ കർത്താവ് ഒന്ന് പറഞ്ഞ് എടുത്തിരിക്കുന്നവരോട് നമ്മുടെ കർത്താവ്. അയ്യോ എൻ്റെ യേശുവേ, എന്തായാലും കൊച്ചു പറഞ്ഞ എൻ്റെ തലയിൽ കയറി. എന്തായാലും നമ്മുടെ കർത്താവ് പൊളിയാ കേട്ടോ. ഏമേ, കഴിഞ്ഞ ആഴ്ച ഈ അപ്പച്ചനോട് ദൂത് പറയുന്നത് കേട്ടവരാരെങ്കിലും ഉണ്ടോ? കണ്ടവരാരെങ്കിലും ഉണ്ടോ? അന്ന് അപ്പച്ചന്റെ കാലിലെ മുറിവ് ഉണങ്ങാതെ പഴുത്ത് ഒലിക്കുമായിരുന്നു. അപ്പച്ചനെ അമ്മച്ചി പിടിച്ചുകൊണ്ട് വന്നു. ഇന്ന് അപ്പച്ചൻ വന്നത് സൗഖ്യമായിട്ടാണ്, സൗഖ്യമാകാതെയല്ല. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച്. അത് അങ്ങനെ മുറിവുണ്ടായിരുന്ന സ്ഥലമാണെന്ന് പോലും പറയത്തില്ല. അങ്ങനെ ഒരു മുറിവ് ആ കാലിൽ ഉണ്ടായിരുന്നു എന്ന് പോലും അറിയത്തില്ല. അപ്പച്ചൻ വന്നത് നിങ്ങൾ ആരെങ്കിലും ഓർമ്മിക്കുന്നു എനിക്ക് അറിയത്തില്ല. അപ്പച്ചന്റെ കൈയും കാലും ഒക്കെ പ്രശ്നമാ. കുഴ തെറ്റിപ്പോയി വീണിട്ട് അതിന്റെ ഇടയിലാ വന്നത്. ഇപ്പൊ കുഴയും ശരിയാ, കാലും ശരിയാ. ഒന്നും കൂടെ ചുണയായിട്ട് കൈയടിക്കണം, ആമേൻ പറയണം. സാധാരണ ഈ പ്രായമുള്ള ആളുകൾക്ക് വരാൻ മടിയാ. ഇതുപോലുള്ള ഈ അമ്മച്ചിയും പൊളിയാ കേട്ടോ. വേറെന്താ സാധനം? അമ്മച്ചി മുത്താടാ. അമ്മച്ചി മുത്തുവാ. സന്തോഷമായിട്ട് പോയേട്ടാ. സമൃദ്ധിയുടെ സ്വാതന്ത്ര്യം ഓഗസ്റ്റ് 15 എറണാകുളത്ത് രാവിലെ 10:30 മുതൽ ബ്രദർ ജോൺ താരുവും സിസ്റ്റർ സോളി ജോൺ എന്നിവർ ശുശ്രൂഷിക്കുന്നു. സ്ഥലം AJ ഹാൾ, കല്ലൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം. ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾക്കായി നമുക്ക് നന്ദി പറയാം. വിശ്വാസത്തോടെ രോഗികളായിരിക്കുന്നവർ അല്ല, നിങ്ങളുടെ ലൈഫിലായിരിക്കുന്ന ഭാരം എന്താണോ അതിന്മേൽ കർത്താവിന് ഇടമുണ്ടാകട്ടെ. ഒരിക്കലും പരിഹരിക്കാൻ കഴിയത്തില്ല എന്ന് പറയുന്ന എന്ത് വേദനയാണോ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് അവിടെ കർത്താവിന് ഇടമുണ്ടാകട്ടെ. ജീവിക്കുന്നൊരു ദൈവത്തെ നമുക്ക് അനുഭവിക്കാം. ഒരു നിമിഷം കണ്ണുകളെ അടച്ചാട്ടെ. അപ്പോൾ ഞങ്ങളെ കാണുന്ന കുടുംബങ്ങളിൽ ഭാരത്തോടായിരിക്കുന്നവർ, പ്രയാസത്തോടായിരിക്കുന്നവർ, വേദനയിലായിരിക്കുന്നവർ, കർത്താവേ അപ്പോൾ ഈ ജീവിതത്തിൽ എനിക്കൊരു വിടുതലുണ്ടാകുമോ എന്ന് ചിന്തിക്കുന്നവർ, കർത്താവേ അപ്പോൾ അവരുടെ ലൈഫിൽ കർത്താവിൻ്റെ കരം വെളിപ്പെടണമപ്പാ. അവിടുത്തെ സൗഖ്യം വെളിപ്പെടണമപ്പാ. അവിടുത്തെ നന്മ വെളിപ്പെടണമപ്പാ. യേശുവേ, അവിടുന്ന് ചെയ്യുന്ന കൃപയ്ക്കായി നന്ദി പറയുന്നു കർത്താവേ. ഒരു വസ്തു വാങ്ങുന്നതിനെ തുടർന്ന് ലോൺ എടുത്ത് അതിൻ്റെ കടക്കണിയിലായിരിക്കുന്ന ഒരു കുടുംബത്തെ കർത്താവ് തൊടുകയാണ്. എല്ലാം നഷ്ടമായി പോകുന്ന
അതിൻ്റെ വക്കിലാണ് അവരായിരിക്കുന്നത്. പക്ഷേ എൻ്റെ ദൈവത്തിൻ്റെ കരം അവരെ അവിടെ നിന്ന് കരകയറ്റുകയാണ്. കർത്താവെ, അവിടുന്ന് ചെയ്യുന്ന കൃപയ്ക്കായി നന്ദി പറയുന്നു. അവിടുന്ന് ചെയ്യുന്ന കൃപയ്ക്കായി നന്ദി പറയുന്നു. അവിടുന്ന് ചെയ്യുന്ന കൃപയ്ക്കായി നന്ദി പറയുന്നു കർത്താവെ. അതോടൊപ്പം കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്നവർക്കായി പ്രാർത്ഥിക്കുന്ന കർത്താവെ, യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ. അപ്പോൾ തലമുറകളെ തടയുന്ന എല്ലാ ഇരുട്ടിൻ്റെ ബലങ്ങളും ഉടയട്ടെ അപ്പാ. യേശുവെ, തലമുറകളെ തടയുന്ന എല്ലാ ഇരുട്ടിൻ്റെ ബലങ്ങളും ഉടയട്ടെ അപ്പാ. താങ്ക് യു ജീസസ്. കർത്താവെ, അതിനെ തുടർന്ന് ഇടർച്ചയിലായിരിക്കുന്ന ആ കുടുംബത്തിന്മേൽ കർത്താവിൻ്റെ കരം ചലിക്കുകയാണ് അപ്പാ. അവിടുത്തെ കൃപ ചലിക്കുകയാണ്. യേശുവേ, അവിടുത്തെ നിറവുണ്ടാകട്ടെ അപ്പാ. താങ്ക് യു ജീസസ്. അതേപോലെ അതിർത്തി തർക്കവുമായി കേസും വഴക്കുമായിരിക്കുന്ന ഒരു കുടുംബത്തിന്മേൽ കർത്താവിൻ്റെ പ്രവൃത്തി ഉണ്ടാകുകയാണ്. അതിന്മേൽ ദൈവത്തിൻ്റെ കൃപ ചലിക്കുകയാണ്. ഐ മീൻ, സ്വർഗീയ പിതാവേ, എന്നോടൊപ്പമായിരിക്കുന്ന ഓരോ കുടുംബങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവേ. അപ്പോൾ ഇവരായിരിക്കുന്ന പ്രശ്നങ്ങളിൽ അപ്പോൾ അവിടുത്തെ വിടുതൽ ഇവർ അനുഭവിക്കട്ടെ അപ്പാ. അവിടുത്തെ സൗഖ്യം ഇവർ അനുഭവിക്കട്ടെ അപ്പാ. സ്വർഗീയ പിതാവേ, അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിൻ്റെ നിറവിലും കൃപയിലുമായിരിക്കാം. ഗോഡ് ബ്ലെസ് യു.